Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസിൽ നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള റിപ്പീറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പ്ലേലിസ്റ്റിൽ എല്ലാതും അവൈലബിൾ ആണ് കേട്ടോ. സോ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു സബ്ജക്റ്റിൻ്റെ തലേ ദിവസം ചെയ്യുന്നതാണ് എക്സാം ടിപ്സ്. ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും നാളത്തെ എക്സാമിന് പാസ്സാകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ദെൻ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഒക്കെ ഓൾറെഡി കണ്ടിട്ടുള്ള കുട്ടികൾക്ക് നല്ല മാർക്കിലോട്ട് പോകാൻ സാധിക്കും ചെയ്യും കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം M.Com-ന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഞാൻ എപ്പോഴും പറയുന്ന ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയുകയാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് അരിയർ വരുന്നൊരു പേപ്പറാണ് QT പേപ്പർ. കാരണം നമുക്കറിയാം 2 പ്രോബ്ലം പേപ്പേഴ്സാണ് നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്നത്, QTയും അക്കൗണ്ടിങ്ങും. ദെൻ എല്ലാ പ്രാവശ്യവും 5 സബ്ജക്റ്റിൽ ഒരു പേപ്പർ കുറച്ചൊരു ഡിഫിക്കൽട്ട് പേപ്പർ വരാറുണ്ട്. അത് ഏറ്റവും കൂടുതൽ അക്കൗണ്ടിങ് ആണ് വരാറ്. QT ചില സമയത്ത് മാത്രമാണ് കണ്ടുവരാറ്. ബട്ട് ലാസ്റ്റ് ഇയർ 5 സബ്ജക്ട്സും വളരെ ഈസി പേപ്പറായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ഏത് പേപ്പറായിരിക്കും ആ ഒരു ഗുഗ്ലി പേപ്പർ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ ഒരു പേപ്പർ നല്ല രീതിയിലുള്ള ഒരു പേപ്പർ തന്നെ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ 60 ഗ്രേഡ് പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റിൽ ഫോളോ ചെയ്യേണ്ട ടാക്ടിക്സ്, നമ്മുടെ സബ്ജക്റ്റിനെ ഒരു 4 പാർട്ടുകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം എന്ന് ഞാൻ ലൈവ് സെഷനിൽ മെൻഷൻ ചെയ്തതാണ്. അതിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആദ്യത്തെ പാർട്ടായിട്ടുള്ള കോറിലേഷനും റിഗ്രഷനുമാണ്. ദെൻ അതിനുശേഷം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഹൈപ്പോത്തസിസ് ആണ്. ഹൈപ്പോത്തസിസിൽ അനോവ ഉണ്ട്, കൈ സ്ക്വയർ ഉണ്ട്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ. ദെൻ പിന്നെ ലാസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള SPSS ആൻഡ് MS Excel അതിൻ്റെ ഒരു തിയറി പോർഷൻ. ദെൻ അതിനുശേഷം ഡിസ്ട്രിബ്യൂഷൻ, പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയൽ, പോയിസോൺ. ഈ രീതിയിൽ നമ്മുടെ മൊത്തം സബ്ജക്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണമെന്ന് ഞാൻ മെൻഷൻ ചെയ്തതാണ്. സോ ഇത് പ്രകാരം ആദ്യത്തെ പോർഷനാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ സപ്പോർട്ട് തരാം. അതിൽ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് പാസ് മാർക്കിനുള്ള മാർക്ക് ഈ 2 ചാപ്റ്ററിൽ നിന്ന് തന്നെ ലഭിക്കുന്നുള്ളതാണ്. മനസ്സിലാവുണ്ടോ? ബിക്കോസ് നമുക്ക് പാർട്ട് എയിൽ കോറിലേഷൻ റിഗ്രഷൻ ഇത് 2 ചാപ്റ്ററിൽ നിന്നും കൂടിയിട്ട് 2 വെയിറ്റേജിൻ്റെ ഒരു ചോദ്യമാണ് സാധാരണ കണ്ടുവരാറ്. ദെൻ അതുപോലെ തന്നെ പാർട്ട് ബിയിൽ 2 ചോദ്യങ്ങൾ 3 വെയിറ്റേജിൻ്റെ കോറിലേഷനും റിഗ്രഷനും കൂടിയിട്ട് വരാറുണ്ട്. ദെൻ ആയിട്ട് കമ്പൽസറി ഒരു ചോദ്യം കോറിലേഷൻ ഓർ റിഗ്രഷൻ. അപ്പോൾ 5 + 6 11 വെയിറ്റേജ്, ദെൻ 13 15 വെയിറ്റേജ് വരെ ടോട്ടൽ ഈ 2 ചാപ്റ്ററിൽ നിന്നും കൂടി മാത്രം ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട്. സോ ഈ 2 ചാപ്റ്ററിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് ഡിറക്റ്റ് ചോദ്യങ്ങളാണ്. നമുക്ക് ആ ഫോർമുല നല്ല രീതിയിൽ കിട്ടുമെങ്കിൽ അത് അപ്ലൈ ചെയ്താൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. തിയറി പേപ്പർ പോലെയല്ല. ശരിയാവുകയാണെങ്കിൽ കോറിലേഷൻ്റെയോ റിഗ്രഷൻ്റെയോ വന്നു കഴിഞ്ഞാൽ 25 ഗ്രേഡ് പോയിന്റ് മുഴുവൻ ഒറ്റയടിക്ക് കിട്ടുന്നതാണ്. സോ നമ്മൾ തിയറി പേപ്പറിൻ്റെ ഒരു സ്ട്രാറ്റജി അല്ല ഇവിടെ അപ്ലൈ ചെയ്യേണ്ടേ. നമ്മുടെ പ്രോബ്ലം ശരിയാവുകയാണെങ്കിൽ ഒറ്റയടിക്ക് നമ്മളവിടെ പാസ് മാർക്കിലോട്ട് എത്തിക്കഴിഞ്ഞു. 60 ഗ്രേഡ് പോയിന്റ് കിട്ടാൻ പിന്നെ അധികം ബുദ്ധിമുട്ടില്ല. അപ്പോൾ പാർട്ട് സിയിലോട്ട് പോകുമ്പോൾ കോറിലേഷനോ റിഗ്രഷനോ ഒരു പ്രോബ്ലം നമ്മുടെ കയ്യിൽ കിട്ടാൻ ഇക്വേഷൻസ് പഠിക്കുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്താലും നമുക്ക് പ്രോബ്ലംസ് ശരിയാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ബട്ട് ഡീവിയേഷൻ മെത്തേഡ് കൂടുതൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. കോറിലേഷൻ ആവട്ടെ റിഗ്രഷൻ ആവട്ടെ. ദെൻ റാങ്ക് കോറിലേഷൻ നോക്കിയിരിക്കണം. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോറിലേഷനും തന്നിട്ട് റിഗ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡും നോക്കിയിരിക്കണം. ഈ രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ പാർട്ട് സിയിലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നുള്ളതാണ്. പിന്നെ 4 എസ്സേയിൽ ഒരു തിയറി ചോദ്യം വരാറുണ്ട്. അത് ഞാൻ പറഞ്ഞു മിക്ക പേപ്പറിലും ഇപ്പോൾ കണ്ടുവരുന്നത്
മൂന്ന് ഡിസ്ട്രിബ്യൂഷനിലെ ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടി, കഴിഞ്ഞ വർഷം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് വന്നത്. അപ്പോൾ മൂന്ന് ഡിസ്ട്രിബ്യൂഷൻ എന്താണ് അതിൻ്റെ തിയറി നോക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ക്യൂട്ടിയുടെ ബേസിക്സ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഒരു 4 വർഷമായിട്ട് ചോദിക്കാത്തതാണ് ക്യൂട്ടി എന്താണ് അതിൻ്റെ ഫങ്ഷൻസ്. ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ തിയറി ഒന്ന് മാറ്റി പിടിച്ചാൽ ചിലപ്പോൾ അതും വരാം. പിന്നെ കോറിലേഷൻ്റെ യൂസസ്, അപ്പോൾ ഒരു തിയറി ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തിയറി ചോദ്യം കിട്ടുകയാണെങ്കിൽ പാർട്ട് സി എന്ന് പറയുന്നത് കംഫർട്ടബിൾ ആക്കാം. ഞാൻ തിയറി എക്സാമിന് പറയാറുണ്ട് നമുക്ക് 2 ചോദ്യം കൂടിയിട്ട് 25 ഗ്രേഡ് പോയിന്റ് എങ്കിലും മിനിമം മതി എന്നുള്ളത്. നമ്മുടെ കോറിലേഷനും റിഗ്രഷനും ഇതിലേതെങ്കിലും ഒരു പ്രോബ്ലം ശരിയാവുകയാണെങ്കിൽ നമുക്ക് ഫുൾ ഗ്രേഡ് പോയിന്റ് കിട്ടും. സോ മറ്റ് സബ്ജക്റ്റ് പോലെയല്ല, ഇവിടെ ശരിയാവുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഗ്രേഡ് പോയിന്റ് കൂടുതലാണ്. അപ്പോൾ തിയറി ഈ രീതിയിൽ അപ്രോച്ച് ചെയ്യുക. പ്രോബ്ലം ആദ്യത്തെ 2 ചാപ്റ്റർ ഫോക്കസ് ചെയ്യുക. പിന്നെ എനോവ കൈ സ്ക്വയർ ഇതാണ് നമ്മൾ നെക്സ്റ്റ് എസ്സേക്ക് പ്രതീക്ഷിക്കുന്നത്. അതിൽ എനോവയ്ക്ക് വളരെയധികം സാധ്യതയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എനോവയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം അനോവയിൽ നിന്നൊരു എസ്സേ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇക്വേഷൻസ് മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനോവ, അതാണ് മറ്റൊരു സജഷൻ. പിന്നെ നമ്മൾ പാർട്ട് എയിലോട്ട് പോകുമ്പോൾ വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് റിപ്പീറ്റ് ആയിട്ട് 2 വെയിറ്റേജിൻ്റെ വരാറ്. സോ 4 ചോദ്യം കിട്ടാൻ ഒരു പാടുമില്ല. ആ 4 ചോദ്യം എന്ന് പറയുന്നത് മിക്കതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ, കോറിലേഷൻ എന്താണ്, റാങ്ക് കോറിലേഷൻ, പ്രോബബിൾ എറർ, സ്റ്റാൻഡേർഡ് എറർ, അതുപോലെ തന്നെ നമുക്ക് 3 ഡിസ്ട്രിബ്യൂഷനും എന്താണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, ബൈനോമിയൽ എന്താണ്, പോയിസോൺ എന്താണ്, ദെൻ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്താണ്, ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, പാരാമീറ്റർ എന്താണ്, അതുപോലെ തന്നെ ഹൈപ്പോത്തസിസ് എന്താണ്, നൾ ഹൈപ്പോത്തസിസ് എന്താണ്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താണ്, ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണ്, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നോക്കിയിരിക്കണം, ക്രിട്ടിക്കൽ റീജിയൻ എന്താണ്, ദെൻ ആക്സെപ്റ്റൻസ് റീജിയൻ എന്താണ്, റിജക്ഷൻ റീജിയൻ എന്താണ്. ഇതൊക്കെ നമുക്ക് ഹൈപ്പോത്തസിസ് ഏരിയയിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് വരുന്ന 2 വെയിറ്റേജ് ആണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞത്. പാരാമെട്രിക് ടെസ്റ്റ് എന്താണ്, നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്താണ്, കൈ സ്ക്വയർ എന്താണ്, എനോവ എന്താണ്, അതിൽ 1 ഫാക്ടർ എനോവ, 2 ഫാക്ടർ എനോവ, ദെൻ MS എക്സൽ എന്താണ്, SPSS എന്താണ്, ഇതിൻ്റെ കമ്പാരിസൺ, ഇതിൻ്റെ യൂസസ്. ഈ ചോദ്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് 2 വെയിറ്റേജിൻ്റെ റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ സൈൻ ടെസ്റ്റ്, H ടെസ്റ്റ്, അങ്ങനെ ഏതെങ്കിലും ഒരു ടെസ്റ്റ് വേണമെങ്കിൽ നോൺ പാരാമെട്രിക്കിൽ 2 വെയിറ്റേജിൻ്റെ പ്രതീക്ഷിക്കാം. അപ്പോൾ വളരെ കുറച്ച് ചോദ്യങ്ങൾ എന്താണ് വാട്ട് ഈസ് ചോദ്യങ്ങളാണ് നമുക്ക് 2 വെയിറ്റേജിൻ്റെ റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ളത്. സോ ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങൾ നോക്കാൻ അധികം സമയം വേണ്ട. ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 2 വെയിറ്റേജിൻ്റെ 4 എണ്ണം കിട്ടും. സോ പാർട്ട് സി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്രോച്ച് ചെയ്താൽ, പാർട്ട് എ ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് 60 ഗ്രേഡ് പോയിന്റിനേക്കാൾ കൂടുതൽ സ്കോർ ചെയ്യാൻ ഈസി ആയിട്ട് പുഷ്പം പോലെ സാധിക്കുന്നതാണ്. പിന്നെ പാർട്ട് ബി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, കോറിലേഷൻ റിഗ്രഷനിൽ നിന്ന് 2 ചോദ്യങ്ങൾ വരെ വരാറുണ്ട്. പിന്നെ MS എക്സലിൽ അതുപോലെ തന്നെ SPSSൻ്റെ തിയറി ഒരെണ്ണം ഇടാറുണ്ട്. അതല്ലെങ്കിൽ കോറിലേഷൻ്റെ തിയറി വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ക്യൂട്ടിയുടെ ബേസിക് ഫങ്ഷൻസ് വേണമെങ്കിൽ തിയറി ആയിട്ട് പ്രതീക്ഷിക്കാം. കൈ സ്ക്വയറിൻ്റെ ഒരു പ്രോബ്ലം റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. സെറ്റ് ടെസ്റ്റ് ഒരു പ്രോബ്ലം. 3 ഡിസ്ട്രിബ്യൂഷനിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പാർട്ട് ബിയിൽ വരാറുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഫസ്റ്റ് 2 ചാപ്റ്റർ കോറിലേഷൻ റിഗ്രഷനും നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ട് ബിയിലും അവിടെ ഒരു എഡ്ജ് ലഭിക്കുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ മിനിമം പാർട്ട് സിയിൽ കിട്ടാനുള്ളതും പാർട്ട് എയിൽ കിട്ടാനുള്ളതും ഫോക്കസ് ചെയ്യുക. അതിനുശേഷം പാർട്ട് ബി കൂടി നമുക്ക് സെറ്റ് ആവുകയാണെങ്കിൽ ഹൈ സ്കോറിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. ക്യൂട്ടി ആയതുകൊണ്ട് ഇക്വേഷൻ പഠിച്ച് നല്ല രീതിയിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ. ദെൻ എപ്പോഴും കുട്ടികൾ ചോദിക്കുന്നതാണ് ലാസ്റ്റ് ആൻസർ മാത്രം ശരിയായാലാണോ ഫുൾ മാർക്ക് കിട്ടുക, സ്റ്റെപ്പിന് കിട്ടുമോ? നിങ്ങൾ അധികം തെറ്റുകളൊന്നും വരുത്തിയിട്ടില്ലെങ്കിൽ അവിടെ വാല്യൂ ചെയ്യുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് മാർക്ക് കിട്ടുന്നതാണ്. തെറ്റ് വരുത്തിയാൽ അതനുസരിച്ച് കുറയും. അപ്പോൾ ഞാൻ പറഞ്ഞൊരു അപ്രോച്ച് ഫോളോ ചെയ്യുക. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്ന് പാസ്സാകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഞാനിപ്പോൾ മെൻഷൻ ചെയ്തത്. പാർട്ട് സി എങ്ങനെ അപ്രോച്ച് ചെയ്യണം, പാർട്ട് എ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. റിപ്പീറ്റ് ആയിട്ട് വരുന്ന 2 വെയിറ്റേജ് ചോദ്യങ്ങൾ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ്, ഇതൊരു തിയറി പേപ്പർ അല്ല, പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക്
അധികം എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, പ്രോപ്പർട്ടീസൊക്കെ ചോദിക്കുകയാണെങ്കിലും എന്ത് കാര്യങ്ങൾക്കും. അപ്പോൾ ആവശ്യമില്ലാണ്ട് ഗ്യാസ് അടിച്ച് വയ്ക്കരുത്. എന്താണെങ്കിലും അതിന് ഡിറക്റ്റ് ആൻസർ കൊടുക്കാൻ ശ്രമിക്കുക. അവരുടെ കയ്യിലുള്ള ആൻസർ കീയിൽ അത് തന്നെയായിരിക്കും, അതനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതല്ലാണ്ട് വലിച്ചു വരി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ഉള്ള മാർക്ക് എന്ത് ചെയ്യരുത്, കുറയ്ക്കരുത്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക. പ്രോബ്ലംസ് ഒക്കെ ചെയ്യണ സമയത്ത് കറക്റ്റ് സ്റ്റെപ്പ് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അടിയിലൊക്കെ വരച്ച് ഫുൾ ടൈം എക്സാമുകളിൽ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ടിന് ഇന്ന് കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി ഇട്ടുള്ള ലൈവ് സെഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടീംസിൻ്റെ എക്സ്പ്ലനേഷൻസും നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു ഐഡിയ ഇല്ലാണ്ട് QT എക്സാമിനൊക്കെ പോയി പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ തോൽവി എന്ന് പറയുന്നൊരു കാര്യം, ഫെയിലിയറിലോട്ട് പോവുക. ഞാൻ ഈ പറഞ്ഞ ഒരു ടാക്ടിക്സ് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും പാസ്സായിരിക്കും കേട്ടോ. സോ നാളെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഈസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.